സോ ഹലോ പീപ്പിൾ, നമ്മളപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇൻഇക്വാളിറ്റീസിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ലൈക്ക് നമ്മൾ ഡബിൾ ഈക്വൽ ടു, ത്രിബിൾ ഈക്വൽ ടു, പിന്നെ നോട്ട് ഡബിൾ ഈക്വൽ ടു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതുകൂടാതെ ലൈക്ക് അവരുടെ കുറച്ച് അൺവാണ്ടഡ് ബിഹേവിയർ അല്ലെങ്കിൽ അൺഇൻറ്റഡ് ബിഹേവിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ കമ്പാരിസണിൽ റെഫറൻസ് ആണ് നോക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇൻഇക്വാളിറ്റീസ് ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മുടെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആ സാധനങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവരുടെ കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് ഒരു സിംഗിൾ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ക്രീൻ റെക്കോർഡിംഗ്. സോ ഇവിടെ നമ്മുടെ ഇതിനകത്ത് ലൈക്ക് ഐ വിൽ ലൈക്ക് ഇൻഇക്വാളിറ്റി ഡോട്ട് ടി എസ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കുന്നു. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ കോഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഗൈസ് ഇവിടെ 41 ലെറ്റ് 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 ബി ഈസ് ഈക്വൽ ടു 42 ആൻഡ് ലെറ്റ് സി ഈസ് ഈക്വൽ ടു 43. സോ 43 സോ 43 ഇവിടെ അപ്പോൾ ഞാൻ എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഇട്ട ശേഷം എ ഷുഡ് ബി ലെസ് ദാൻ ബി ആണോ നോക്കുന്നു. ഇത് ഇൻഇക്വാളിറ്റീസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു ചെറിയൊരു ബിഹേവിയർ മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സാധനം വർക്ക് ആവുന്നത് എന്നുള്ള സാധനം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ലൈക്ക് ഇവിടെ എ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, ബിയും സിയും എന്ന് പറയുന്നത് രണ്ട് സ്ട്രിങ് ആണ്. എല്ലാത്തിനകത്തും 41, 42, 43 എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഡറിലാണുള്ളത്. സോ നമുക്ക് ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താ ഔട്ട്പുട്ട് എന്നുള്ളത്. സോ ഇവിടെ ഇപ്പോൾ രണ്ടും ട്രൂ ആണ് വന്നത്. സോ ഈ ട്രൂ രണ്ട് എങ്ങനെ വന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ വന്നത്. സോ ഇവിടെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇവിടെ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ് സംഭവിക്കുന്നത്. ലൈക്ക് ഐദർ ഈ ഡബിൾ ഈക്വൽ ടു ആയാലും ത്രിബിൾ ഈക്വൽ ടു അവിടെയും ലൈക്ക് ലെഫ്റ്റിലും റൈറ്റിലുള്ള സാധനങ്ങളെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ ഒരു കമ്പാരിസൺ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ റൂൾസ് പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതിൽ ആരെങ്കിലും ഒരാൾ നമ്പർ ആണെങ്കിൽ നമ്പർ അല്ലാത്ത ആളെ നമ്പർ ആക്കാൻ നോക്കും, ഐ മീൻ ആക്കും ഓട്ടോമാറ്റിക്കലി. സോ ഇവിടെ 41 ആണ് ഇപ്പുറത്തുള്ളത്, അപ്പുറത്ത് 42 ആണെന്നുള്ളത്. 42 സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ അതിനെ നമ്പർ ആക്കിയിട്ട് ആരാണ് വലുതെന്നുള്ള ആ ഒരു ഈ നടുക്കുള്ള കമ്പാരിസൺ ക്യാരി ഔട്ട് ചെയ്യും. അപ്പോൾ 42 ഗ്രേറ്റർ ദാൻ 41 ട്രൂ ആണ്. സോ അങ്ങനെ ട്രൂ വന്നു. സോ അതാണ് ഇവിടുത്തെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ കേസിൽ വരുമ്പോഴത്തേക്ക് രണ്ട് സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ്ങിനെ എങ്ങനെ കമ്പയർ ചെയ്യുമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ലൈക്ക് നമുക്ക് ലെക്സിക്കോഗ്രാഫിക് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഐ മീൻ ലൈക്ക് നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ഒരു എക്സാമ്പിളാണ്. സോ ആ എക്സാമ്പിളിനകത്ത് ലൈക്ക് ഇത് രണ്ടും ട്രൂ ആണ് പറഞ്ഞത്. സോ എക്മാസ്ക്രിപ്റ്റിനകത്ത് ലൈക്ക് നമ്മൾ നേരത്തെ ഒരു സ്പെക്ക് ഉണ്ടല്ലോ എക്മാസ്ക്രിപ്റ്റിൻ്റെ. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു റൂള് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് രണ്ട് പേര് സ്ട്രിങ് ആണെങ്കിൽ കമ്പാരിസൺ ഈസ് ഡൺ ലെക്സിക്കോഗ്രാഫിക്കലി. ലൈക്ക് അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് നമ്മൾ ആൽഫബറ്റിക്കലി ഇതിൻ്റെ ഓർഡറിങ് വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. സോ ലൈക്ക് ഐ ഗസ് ആസ്കി വാല്യൂസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ക്ലോഡിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം ഗൈസ്. വാട്ട് ആർ ദ ആസ്കി വാല്യൂസ് ഓഫ് 42 ആൻഡ് 43? സോ അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും പോകുന്നത്. സോ ഇവിടെ ആൽഫബറ്റിക്കൽ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ട്. ഐ ഗസ് ലൈക്ക് ഇതിൻ്റെ ആസ്കി വാല്യൂസ് വെച്ചായിരിക്കും പോകുന്നത്. പ്രിമിറ്റീവ് വാല്യൂ ഫോർ അവർ ഈസ് അവർ. ഓക്കെ ഓക്കെ സോ ഇതിൻ്റെ ഔട്ട് വരുമ്പോഴത്തേക്ക് ഐ ഗസ് വി ഗെറ്റ് സംതിങ് മച്ച് മോർ ഹെൽപ്ഫുൾ. ലൈക്ക് ആ ലെക്സിക്കോഗ്രാഫിക്കലി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്ലോഡ് പറഞ്ഞു തരുമോ നോക്കാം. അതാ ലെക്സിക്കോഗ്രാഫിക്കലി ഡിക്ഷണറി സ്റ്റൈൽ. ഓക്കെ, യെസ്. സോ ആദ്യം ലൈക്ക് ഇവിടെ ഫസ്റ്റ് ക്യാരക്ടർ നോക്കും. ഈ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും 4 ആണ്. അപ്പോൾ അതിൻ്റെ ആസ്കി വാല്യൂസ് എന്ന് പറയുന്നത് രണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ തൊട്ടടുത്ത വാല്യൂവിലോട്ട് പോകും. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, 3 ആണ്. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി 3 ഈസ് ഗ്രേറ്റർ ദാൻ 2. സോ ആസ്കി വാല്യൂവിൽ വരുമ്പോഴത്തേക്ക് ഇതാണ്ട് ഇവിടെ 15, 51 ആണ് എന്തിൻ്റെ വരുന്നത്, ലൈക്ക് 2ൻ്റെയും 3ൻ്റെയും ആസ്കി അല്ലെ യൂണിക്കോഡ് ആണ് അവിടെ. അപ്പോൾ 51 ഗ്രേറ്റർ ദാൻ 50 ആണ്. അതുകൊണ്ട് തന്നെ 42 ഇസ് കൺസിഡർ ലെസ്. ഇങ്ങനെയാണ് വന്നത്. ഇത് നമ്പർ ആയതുകൊണ്ടാണ് ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നത്. ഇതിപ്പോൾ എ ബി അല്ലെങ്കിൽ ലൈക്ക് എ ലെസ് ദാൻ സി ആണോ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എ ആണ് ചെറുതും ബി ആണ് വലുതെന്ന്, ഐ മീൻ ലൈക്ക് സി ആണ് വലുതെന്ന് നമുക്കറിയാം. സോ ഇവിടെ ഇപ്പോൾ നമ്പർ ആയതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഐ മീൻ ലൈക്ക് അത് ഡയറക്റ്റ്ലി എക്സ്പ്രസബിൾ അല്ലാതെ പോയത്. സോ ഇവിടെ ജസ്റ്റ് ലെക്സിക്കോഗ്രാഫിക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ അല്ലെങ്കിൽ ആസ്കി വാല്യൂ കമ്പയർ ചെയ്തിട്ട് ആദ്യത്തെ സെയിം ആണെങ്കിൽ അടുത്ത വാല്യൂ എടുക്കും. അതും ഇതിപ്പോൾ 422 ഗ്രേറ്റർ ദാൻ 423 ആണെങ്കിൽ ലൈക്ക് ആദ്യം 4 കമ്പയർ ചെയ്യും സെയിം ആണ്, 2 കമ്പയർ ചെയ്യും സെയിം ആണ്. പിന്നെ അടുത്തതിൽ വരുമ്പോൾ 422, 423 ആയതുകൊണ്ട് 2 എടുക്കും, 3 എടുക്കും. 50, 51 ലൈക്ക് 51 ആണ് ഗ്രേറ്റർ. അതുകൊണ്ട് തന്നെ എന്ത് വരും, 53 അല്ലെങ്കിൽ ലൈക്ക് 423 ആണ് വലുതെന്ന് പറയും. സോ അതാണ് ലൈക്ക് ഇവിടുത്തെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഞാൻ വേറെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞ സാധനം ജസ്റ്റ് ടേബിളായിട്ട് സമ്മറൈസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സ്ട്രിങ് ആണെങ്കിൽ ലെക്സിക്കോഗ്രാഫിക്കലി 1 ഓർ ബോത്ത് ലൈക്ക് നോൺ സ്ട്രിങ് ആണ്. ലൈക്ക് ആരെങ്കിലും ഒരാൾ സ്ട്രിങ് അല്ല നമ്പർ എന്തെങ്കിലും ആണെങ്കിൽ നമ്പർ ആക്കും മറ്റേ ആളിനെയും കൂടെ. സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ആണെങ്കിൽ ലൈക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. ഇൻഇക്വാളിറ്റി എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്
ലൈക്ക് ഇതിനെയാണ് ലൈക്ക് എന്താ ഡബിൾ ഈക്വൽ ടു ത്രിബിൾ ഈക്വൽ ടു അല്ലാതെ ഈ ലെസ് ദാൻ കിട്ടുന്നതാണ്. ഇതിനകത്ത് ലൈക്ക് ഇതുപോലത്തെ ഒരു സാധനമില്ല, ഇവിടെ ടൈപ്പ് ചെക്കിങ് അങ്ങനെ ഒരു പരിപാടി ഇല്ല. സോ അതുകൊണ്ട് അത് പോസിബിൾ അല്ല. സോ ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. സോ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. താങ്ക് യു.